മണത്ത് നിൽക്കാൻ കേട്ടാ. റോജർ ഇപ്പം വരും. വേണ്ട 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 വേണ്ടടാ. അമ്മിടി മുത്ത എന്ത് ചെയ്യണേണ്? പൊന്നപ്പ എന്ത് ചെയ്യണേണ്? അപ്പിടാനൊക്കെ പോയേക്കല്ലേ പൊന്നുമ്പി? കൊച്ചെന്ത് ചെയ്യണ്? മുത്ത എന്ത് ചെയ്യണ്? തത്തുമ്മ എന്ത് ചെയ്യണ്? അമ്മിയുടെ പൊന്നി തത്തുമ്മ എന്ത് ചെയ്യണ്? ആടാ എവിടെ പോണ്? എവിടെ പോണ്? പോകല്ലേ പോകല്ലേ പോകല്ലേട്ടാ. പോകാൻ പാടില്ല. അയ്യോ കൊച്ച അപ്പിടാൻ വന്നിക്കണേർന്ന്. ഞാൻ പറഞ്ഞു പോകല്ലേ പോകല്ലേ. അടുത്ത ബസ്സിലിതാ പോണു. ആരാണ് മുന്നേ പോയത്? അച്ചടി അച്ചടി പറയണേണ് കാണണില്ലെന്ന് ഞങ്ങളൊക്കെ. അയ്യടി കരയില്ലടാ കുഞ്ഞൻ. അവിടെ ഇരിക്കും അവിടെ ഇരിക്കും. നനഞ്ഞിരിക്കണോണ്ടേ റിച്ചാർഡേറ്റിട്ടൊന്നുമില്ല. ഇന്നലെ രാത്രി കൊച്ചു 1:30 മണി ഞങ്ങളെല്ലാരും കൂടി മരുന്ന് കൊടുക്കണിരുന്നു. താഴ്ത്തു വീടൂടെ താഴ്ത്തു വീട് അങ്ങോട്ട് ഇരിക്കുന്നേ അവിടെ. അവളുടെ സന്തോഷത്തില് ഈ ബിരിയാണിയാണോ നീ അവിടെ മേടിച്ചു വെച്ചത്? ഇത് മാക്സിന്ന് മേടിച്ചാണോ? ആ ഇവ മേടിച്ചിട്ടുണ്ടോ എന്തൊക്കെയാണ് ഞാൻ മറന്നുപോയി. ആരാണ് പൊന്നപ്പേ വന്നത്? ചോദിക്കണേണ് എന്താണ് പൊന്നപ്പേ? ചേട്ടപ്പ വന്നു വന്ന റോജർ ചേട്ടൻ ഇപ്പൊ വന്ന് വലുതായിരുന്ന പൊന്നമ്മേ റോജർ ചേട്ടൻ്റെ എടാ ചോദിക്കടാ എന്തെങ്കിലും. അപ്പൊ കൊച്ചിന് ചന്തുവേദനയാ. നീ അതുകൊണ്ട് വെച്ചിട്ട് വേണം. നീ എന്തിനാ അത് പിടിച്ചോണ്ട് നിക്കണത്? ഇതൊക്കെ ഞാനെന്തോ 2 കുട്ടികളുള്ള അമ്മനെ പോലെ വലിച്ചോണ്ട് നടക്കാൻ. അച്ഛൻ്റെ എടാ കുഞ്ഞിന് വർത്താനം പറയണോടാ നിന്നോട്. അതിനു വേണ്ടിയിട്ടാ കൊച്ചവിടെ ഇരുന്നത്. കുറച്ചേരം കൊച്ചിന് നോക്കിയിരിക്കണം. ഓണായിട്ടിട്ടത് കൊച്ചിനെ നിർത്തതായത്. കൊച്ചു നിക്കട്ടെ. ഫോണ് വെള്ളം കുടത്തിന് വെള്ളം കൊണ്ടുപോണവര് പിന്നെ അതിനകത്ത് എടുക്കണം പോണെന്നാണ് നോക്കാം. എന്താണ് പൊന്ന? കൊള്ള കാലക്കി. എന്താണ് പൊന്നു? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ അതേപോലെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് കേട്ടോ ഡോറെല്ലാം തുറന്നിട്ട് ഇങ്ങനെ കാണിക്കുന്നതും നോക്കുന്നതും ഒക്കെ. അപ്പോൾ ചെയ്ത് വെച്ചത് മുട്ട ഞാൻ ബോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പുട്ടിൻ്റെ കുടത്തിലാണ് വെച്ചേക്കണത്. പിന്നെ തുണി വാഷ് ചെയ്യാനായിട്ടൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ 2 കാര്യങ്ങൾ ചെയ്ത് പിന്നെ ടോയ്ലറ്റിലൊക്കെ പോയി എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളുടെ പ്രെയറും എല്ലാം കഴിഞ്ഞിട്ടാണ് വാതിലൊക്കെ തുറന്നിട്ട് ഇപ്പോൾ പുറത്തെ കാഴ്ച ഞാൻ കാണിച്ചു തന്നത് കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈഡേ ആണ്. അപ്പോൾ ഒരു 3 ദിവസത്തെ വീഡിയോ ചേർത്തിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ ഇട്ടേക്കുന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറെ തലേ ദിവസത്തെ വീഡിയോൻ്റെ കൂട്ടത്തിലാണ് ഈ പഴം പുളിശ്ശേരിയുടെയൊക്കെ വീഡിയോ, ഈ പാത്രത്തിൻ്റെ റിവ്യൂ കാണിച്ച വീഡിയോ ആയിരുന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു പുളിശ്ശേരിയൊക്കെ ഈ കൂട്ടത്തിൽ ഉണ്ടാക്കിയത്. അത് വേറെ ദിവസം ഉണ്ടാക്കിയെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കിയ ദിവസത്തെ വീഡിയോ ആണിത്. അപ്പോൾ ഇന്നത്തെ ദിവസം ഇപ്പോൾ ആദ്യം ഞാൻ തുടക്കം കാണിച്ചത് റോജർ പറഞ്ഞത് അത് സൺഡേ റോജർ രാവിലെ എത്തിയ വീഡിയോ ആണ് ഞാൻ ആദ്യം തന്നെ ഇട്ടത്. സൺഡേ റോജർ വരുമെന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം റോജറിൻ്റെ ലാപ്ടോപ്പ്
ഇങ്ങനെ കേടായി പോയിട്ടുണ്ടായിരുന്നില്ല കമ്പനി ലാപ്ടോപ്പ്. അപ്പോൾ അത് അവരുടെ ആ കമ്പനി തന്നെ അത് റിപ്പയർ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ നമ്മൾ റോജർ ഇവിടെ നിന്ന സമയത്ത് കൊടുത്തിട്ട് പോയതായിരുന്നു. എക്സാം ഉള്ളതുകൊണ്ട് പോകേണ്ടി വന്നു. ലാപ്ടോപ്പ് ശരിയാക്കിയിട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല അതുകൊണ്ട്. അപ്പോൾ അത് ശരിയാക്കിയിട്ടുണ്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവൻ്റെ അടുത്ത്, നമ്മുടെ കാക്കനാടുന്ന്. അപ്പോൾ അത് എടുക്കാൻ വേണ്ടിയിട്ട് അവൻ വരണുണ്ടെന്ന് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പൈസയാണ് ടിക്കറ്റിനെന്നൊക്കെ പറഞ്ഞ്. അപ്പം ഞാൻ കമൻറ്റ് ബോക്സിലും കണ്ടായിരുന്നു, സബ്സ്ക്രൈബേഴ്സ് എഴുതിയിട്ടുണ്ടായിരുന്നു ഈ ഒരു വെക്കേഷൻ ടൈമിൽ നമ്മുടെ ടിക്കറ്റ് ഫെയറൊക്കെ ഭയങ്കരമായിട്ട് കൂടും. അത് ശരിയാണ്, ഏതായാലും കൂടിയ പൈസ തന്നെയാണ് ടിക്കറ്റ് എടുത്തിട്ട്, കൂടിയ പൈസക്കാണ് ടിക്കറ്റ് എടുത്തേക്കണം. അപ്പോൾ റോജർ പറഞ്ഞത് സൺഡേ രാവിലെ എത്തിയിട്ട് മൺഡേ രാവിലെ പോയി കമ്പ്യൂട്ടർ കളക്ട് ചെയ്ത് കൊണ്ടുവന്നിട്ട് ട്യൂസ്ഡേ വൈകുന്നേരമാവും പോകുമെന്നാണ് പറഞ്ഞേക്കണം. അപ്പോൾ ഒരു വിഷമമായിരുന്നു എനിക്ക്, വന്നിട്ട് ഒന്ന് ഇരിക്കാനും നിൽക്കാനും സമയമില്ല, പിന്നെ എനിക്ക് ഓണത്തിനും ആരും ഉണ്ടാവില്ല എന്നുള്ളൊരു വിഷമം. പക്ഷേ ഇപ്പോൾ അവൻ സൺഡേ വന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത്, മമ്മി ഒരാഴ്ച ഞാൻ കാല് പിടിച്ച് അവരോട് ചോദിച്ചിട്ടുണ്ട്, കാരണം അവരിനി എന്നെ വിട്ട് തരൂല എന്നാണ് പറഞ്ഞേക്കണത്. ഇത്രയും നാൾ വീട്ടിൽ നിന്നതല്ലേ, അപ്പോൾ ഇനി അങ്ങനെ ലീവ് തരില്ല. ലീവെന്ന് പറയാൻ പറ്റൂല, ഇവിടെ വീട്ടിലിരുന്ന് നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എങ്കിലും വീട്ടിൽ വിടില്ല എന്നാണ് പറഞ്ഞേക്കണം. പിന്നെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഓണത്തിനും പിന്നെ ഈ ഗണേശ് ചതുർത്ഥി ഇല്ലേ അതിൻ്റെ രണ്ടും കൂടി ചേർത്തിട്ട് ഭയങ്കര ആഘോഷമായ പരിപാടികളൊക്കെ അവർ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. പിന്നെയാണെങ്കിൽ നമ്മൾ ട്രഡീഷണൽ വസ്ത്രധാരികളായിട്ട് വേണം എല്ലാവരും പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ആ ഡ്രസ്സും ഒക്കെ ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകാം. ഓണത്തിൻ്റെ അന്ന് ഞാൻ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയും ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓണം കഴിഞ്ഞ് പിറ്റേന്നാണ് നമ്മുടെ റിച്ചാർഡിൻ്റെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിച്ചാർഡും പോകും, റോജറും തലേദിവസം പോകും. പക്ഷേ റയൻ കൊച്ചിൻ്റെ കോഴ്സ് ക്യാൻസലായി പോയതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി സത്യത്തിൽ. റയനെങ്കിലും വീട്ടിൽ ഉണ്ടാവില്ല, എന്നുണ്ടെങ്കിൽ ഞാൻ വീണ്ടും ഭയങ്കര ശോകമുഖമായി പോയേനെ. അങ്ങനെ ഏതായാലും റോജർ ഒരാഴ്ചത്തേക്ക് വീട്ടിൽ ഉണ്ട്. അപ്പോൾ ഇല്ലേ, നമ്മളുടെ ഈ പാചകത്തിനെ കുറിച്ചൊന്നും പറയാനൊന്നുമില്ല. സവാള, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളിയൊക്കെ കൂടി ഒന്ന് വഴറ്റിയിട്ട് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ഇത്തിരി പെരിഞ്ജീരകത്തിൻ്റെ പൊടി ഇതും കൂടി ചേർത്തിട്ട് ഇത്തിരി സോസും കൂടി ഇട്ടിട്ട്, പിന്നെ ഞാൻ ഇതിനകത്തേക്ക് പശുവിൻ്റെ പാല ഒഴിക്കണം കേട്ടോ, നല്ലൊരു ക്രീമായിട്ട് ഇരിക്കാനായിട്ട്, നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലത്തെ മുട്ടക്കറിയാണ് ഇപ്പോൾ ഇവിടെ ഇഷ്ടം. അങ്ങനെ റോസ്റ്റ് പോലെ ചെയ്യുന്നത് ഇവിടെ റിച്ചാൻ ഇഷ്ടമില്ല, അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഇതുപോലെയുള്ള വലിയ ഫ്രൈ പാനിലിട്ട് സവാള വഴിച്ചാലൊക്കെ വേഗം കൊണ്ട് വഴന്ന് കിട്ടും കേട്ടോ. നമ്മൾ ഈ കടായിലിട്ട് വഴറ്റുമ്പോൾ ഭയങ്കര സ്ലോയിലായി വരുള്ളൂ. ഇതാകുമ്പോൾ പരന്ന് കിടക്കണല്ലേ, അപ്പോൾ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും, പെട്ടെന്ന് കാര്യങ്ങൾ കഴിക്കാം. അപ്പോൾ പാലിൻ്റെ പാക്കറ്റും കൂടി കഴുകിയിട്ട് ആ വെള്ളം കൂടി ഒഴിച്ചൊന്ന് ലൂസാക്കി എടുത്തതാണ് കേട്ടോ. എന്നിട്ട് ഇനി അത് ചെറുതീയിൽ വെച്ചിട്ട് ഒരുവിധം വറ്റി നല്ല സവാള വെന്ത് വരുമ്പോൾ നമുക്ക് മുട്ട ഇട്ടാൽ മാത്രം മതി. അപ്പോൾ ഇല്ലേ, ഞാൻ വേറൊരു കാര്യം പറയാം. ഈ ഓണത്തിൻ്റെ പാചകം നോക്കി നടക്കുന്ന ആളുകൾക്ക് വളരെ ഈസി ആയിട്ട്, വളരെ, അതായത് ആ വീഡിയോ ഷോർട്സാണ് കേട്ടോ, കൂടുതലും ഷോർട്ട് വീഡിയോകളാണ്. ഇപ്പോൾ ഓണം സീരീസ് എന്ന് പറഞ്ഞ് ഇന്നലെ 13ാമത്തത് ഇട്ടിട്ടുണ്ട്, ഇന്നിപ്പോൾ ഇടുന്നത് 14ാമത്തതായിരിക്കുള്ളൂ. അപ്പോൾ അത്രയും നമ്മുടെ ഓരോ കറികളും അതുപോലെ ഉപ്പേരി, ശർക്കര വരട്ടി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടാക്കി കാണിക്കുന്ന ഒരു ചാനലുണ്ട്. ആ ചാനലിൻ്റെ പേര് ഇങ്കീസ് റെസിപ്പീസ് ബൈ ശ്രീ. ഈ ചാനൽ ഞാൻ എടുത്ത് പറയാനുള്ള ഒരു കാരണം, ഇത് ചെയ്യുന്നത് നമ്മളുടെ റോജറിനെയൊക്കെ പോലത്തെ ഒരു മോനാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി, നമ്മൾ സ്ത്രീകൾ തോറ്റുപോകും, അത്രയും ചിട്ടയോടുകൂടി എന്ത് ഈസി ആയിട്ട്, അതും വൃത്തിയായിട്ട്, അതും വീഡിയോ കാണുമ്പോഴും നല്ല ക്ലാരിറ്റിയിലാണ് വീഡിയോ, നമുക്ക് ഒരു തടസ്സവും കൂടാതെ ക്ലിയർ ആയിട്ട് കാണുന്ന രീതിയിൽ അതിൻ്റെ ക്യാമറ സെറ്റ് ചെയ്ത്, സംസാരങ്ങളൊന്നുമില്ല, നിമിഷ നേരം കൊണ്ടാണ് റെസിപ്പികൾ നമുക്ക് കണ്ട് അതപ്പോൾ തന്നെ നമ്മൾ എഴുതി വെച്ചാൽ മതി, മറന്നു പോകാതിരിക്കാനായിട്ട്, അല്ലെങ്കിൽ എടുത്ത് നോക്കാനും എളുപ്പമാണ്. ഷോർട്ട് വീഡിയോകളാണല്ലോ. അപ്പോൾ അത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാണ്. കാരണം ഈ ഒരു ഓണ സമയത്ത് അവർ കറക്റ്റായിട്ട് എന്തോരം ബുദ്ധിമുട്ടിയിട്ടായിരിക്കുള്ളൂ ഓരോ ഷോർട്ട് വീഡിയോകൾ ഇടണമെന്നുള്ളതാണ് ഞാൻ ചിന്തിച്ചത്. കാരണം അത്രയും മനോഹരമായിട്ടാണ് ഓരോ വീഡിയോയും. ഓരോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഫുൾ എല്ലാ വീഡിയോയും ഇരുന്ന് കാണും. വലിയ വീഡിയോകൾ ഇടൽ കുറവാണ്, ഷോർട്ട് വീഡിയോ ആണ് കൂടുതലിടുന്നത്. അതും പ്രത്യേകിച്ച് ഈ ഓണം സീരീസ് എന്ന് പറയുന്നുണ്ട്, നമുക്കിത് കാണുമ്പോൾ തന്നെ ഇല്ലേ, ഇത്ര എളുപ്പമായിരുന്ന ഈ പരിപാടികൾ, ഈ കറികളൊക്കെ ഇത്ര എളുപ്പമായിരുന്ന,
പെർഫെക്റ്റ് ആയിട്ട്, അതും നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ടിപ്സൊക്കെ ഇട്ടിട്ടാണ് ചെയ്യുന്നത്. എനിക്ക് എന്താണ് അച്ചിങ്ങ മെഴുക്കുരുട്ടൊക്കെ ആ കൊച്ചുണ്ടാക്കണം കണ്ടിട്ടില്ലേ, അയ്യോ അപ്പം തന്നെ എങ്ങനെ ഉണ്ടാക്കണമെന്ന് തോന്നിപ്പോയി. നല്ല ഐഡിയയാണ്, നമ്മൾക്ക് തലയിൽ വരാത്ത രീതിയിലുള്ള ഐഡിയയിലാണ് ആ കൊച്ച് എല്ലാം ചെയ്യണത്. ആൺകുട്ടി ചെയ്യണോണ്ട് തന്നെ എനിക്ക് പ്രത്യേക ഇഷ്ടം തോന്നി. നിങ്ങളൊന്ന് കണ്ടു നോക്ക്. ഇംഗ്ലീഷ് റെസിപ്പീസ് ബൈ ശ്രീ എന്നാണ് ആ കൊച്ചിൻ്റെ പേര്, ശ്രീറാം എസ് കുമാർ എന്നാണ്. ആ കൊച്ചിൻ്റെ അമ്മയാണ് സൂര്യ. എനിക്ക് കമൻ്റ് ഇടാറുണ്ട് ഇംഗ്ലീഷ് റെസിപ്പീസിൻ്റെ ആ ചാനലിൻ്റെ അക്കൗണ്ടിൽ നിന്ന് തന്നെയാണ് പുള്ളിക്കാരത്തി കമൻറ്റ് ഇടുന്നത്. എനിക്ക് പേര് പോലും അറിയില്ല. ഇന്നലെ ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു മോൻ്റെ പേരെന്താ, കാരണം എനിക്കിതൊന്ന് പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ ചോദിച്ചത്. അത് അവരോട് ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ ശ്രീരാം എസ് കുമാർ എന്നും എൻ്റെ പേര് സൂര്യ എന്നൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ആ ഒരു അറിവ് മാത്രം വെച്ചിട്ടാണ് ഞാനീ പറഞ്ഞത്. അപ്പോൾ അത്രയേ ഉള്ളൂ. നിങ്ങൾ കയറി കണ്ടിട്ട് എന്നോടൊന്ന് പറയണേ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇഷ്ടപ്പെട്ടെന്നൊന്ന് കമൻസിൽ പറഞ്ഞേക്കണേ കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ ഈ പഴംപുളിശ്ശേരി ഉണ്ടാക്കിയത് ഈ ഫ്രൈഡേ ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയിൽ ഇട്ടിട്ടില്ല, കാരണം നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. അന്നത്തെ ദിവസം തന്നെയാണ് ഈ കുക്കിംഗ് എല്ലാം ചെയ്തതിൽ ഞാൻ ഇത് അയലയാണ് വറുത്തത് കേട്ടോ. അയല വറുത്തതും പഴംപുളിശ്ശേരിയും പിന്നെ ചിക്കൻ ഫ്രൈ. ഇന്നലെ നമ്മൾ ആ ചിക്കൻ ഫ്രൈയും കൂടി ഉണ്ടാക്കിയിട്ട്, അപ്പോൾ ആ ചിക്കൻ ഫ്രൈയും പിന്നെ ഈ ഒരു ഫ്രൈഡ് നമ്മുടെ പുലാവ്, റിച്ചാണ് ഇത്തിരി പുലാവും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് ഈ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഈ പഴംപുളിശ്ശേരിയുടെ ഇത് ഞാൻ ഇന്നലെ വീഡിയോ കാണിച്ചപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് കുറേ ദിവസത്തേക്ക് എനിക്ക് കഴിക്കാനുണ്ടാകും, കാരണം ഇവിടെ ആരും കഴിക്കൂല, അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെ കഴിക്കും. പക്ഷേ ഈ സംഭവം വേഗം കാരണം ഉച്ചയ്ക്ക് പപ്പ ഉണ്ടായിരുന്നില്ല. പപ്പക്ക് ഒരു ആണ്ട് കുർബാന ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഫുഡ് കഴിച്ചിട്ടാണ് പപ്പ വന്നത്. ഉച്ചയ്ക്ക് പപ്പ കഴിച്ചിട്ടില്ല. ഉച്ചയ്ക്ക് ഞങ്ങൾ 3 ആളും കൂടിയിട്ടാണ് കഴിച്ചത്. അപ്പോൾ അത്രയും റയനും ഞാനും കൂടി എടുത്തപ്പോൾ തന്നെ പകുതിയിലും കൂടുതൽ പഴംപുളിശ്ശേരി തീർന്നിട്ടുണ്ടായത്. പിന്നെ രാത്രി പപ്പയും കൂടി കഴിച്ച് ഞാനും റയനും കൂടി കഴിച്ചപ്പോഴത്തേക്കും അത് തീർന്നിട്ടാ. അപ്പോൾ രാവിലത്തെ ചപ്പാത്തി എടുത്ത് വെച്ചിട്ടുണ്ട്, ചിക്കൻ ഫ്രൈ, ഫിഷ് ഫ്രൈ, പിന്നെ ഇത് തലേദിവസം രാത്രി വെച്ച പരിപ്പ് കറിയായിരുന്നു. അതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞങ്ങൾ 3 ആളും കൂടി ഇരുന്നിട്ട് നല്ല ടേസ്റ്റിലാണ് കേട്ടോ കഴിച്ചത്. അപ്പോൾ റിച്ചാർഡ് കഴിച്ചില്ല, ഞാനും റയനും കൂടി ആ പഴംപുളിശ്ശേരി തിന്ന് തീർത്ത്. അയ്യോ എന്ത് ടേസ്റ്റാണെന്നറിയോ. അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ എടുത്ത് നോക്കിയോട്ടോ, പഴംപുളിശ്ശേരി നല്ലൊരു റെസിപ്പിയാണത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള റൈസ് ഞാൻ രാത്രി എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നു കേട്ടോ. അപ്പോൾ പുലാവ് റിച്ചാർഡ് മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് എടുത്ത് അകത്തേക്ക് വെച്ചത് കേട്ടോ. അടുത്ത ദിവസത്തേക്ക് അവൻ എന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത് സാറ്റർഡേ കാലത്തെ ഞാൻ എൻ്റെ ബെഡ്ഷീറ്റ് ഒന്ന് വിരിക്കാൻ നോക്കിയിട്ട്, ഈ റൂബിക്ക് എപ്പോഴും ഉള്ളതാണ്, നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റണമെങ്കിൽ വേഗം ബെഡിലോട്ട് കയറിയിരിക്കും. എന്നിട്ട് നമ്മൾ ബെഡ്ഷീറ്റ് വിരിച്ചാലൊന്നും അവൾ മാറില്ല. പിന്നെ ഞാൻ ഗതികെട്ട് അവളുടെ മീതെ കൂടി വിരിച്ച്, എന്നിട്ടും അവൾ മാറണില്ല. ഇത് ഇങ്ങനെ ഇരിക്കും ഇതിൻ്റെ അടിയിൽ കേട്ടോ. എന്നിട്ട് പിന്നെ ഞാൻ അവിടെ മുറിയിൽ നിന്ന് ഇങ്ങോട്ട് പോന്നപ്പോഴാണ് അവൾ ബെഡ്ഷീറ്റും പൊക്കി പിടിച്ച് ഇങ്ങനെ നിന്നത് കേട്ടോ. അതൊക്കെയാണ് അവളുടെ സ്വഭാവം എപ്പോഴും. പക്ഷേ ഞാനത് നന്നായിട്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്. കൊച്ചു പിള്ളേരൊക്കെ കാണിക്കുന്ന പോലെ തന്നെ അവൾ കാണിക്കുക. അതുകൊണ്ട് ഞാനത് ആസ്വദിക്കാറുണ്ട്. കാണുന്ന നിങ്ങളും ആസ്വദിക്കാറുണ്ടെന്ന് കമൻസിൽ കാണാറുണ്ട്. അപ്പം നമ്മൾ ഫ്ലിപ്കാർട്ട് അഷ്വർഡ് ആയിട്ടുള്ള ഗ്രീൻ ടീ മേടിച്ചിട്ടുണ്ട്. അതും ലെമണിൻ്റെ ഫ്ലേവർ ഉള്ളതാണ് കേട്ടോ. അപ്പം ഞാനത് കാണിച്ചിട്ടുണ്ട്. അത് ഭയങ്കര ചീപ്പാണ്, ഇത് ഭയങ്കര പൈസ കുറവാണെന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. എങ്കിലും ഇൻഡിവിജ്വൽ പാക്കറ്റിൽ തന്നെയാണ് അവർ പാക്ക് ചെയ്തിട്ടുള്ളത്. ഞാൻ ലിപ്റ്റൻ്റെ മേടിച്ചപ്പോഴത്തേക്കും അത് 10 എണ്ണോട്ടെ ഇതുപോലെ 10 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റായിട്ടാണ് വന്നത്. ഫോയിലിൻ്റെ ഒരു പാക്കറ്റിൻ്റെ അത് 10 എണ്ണം. ഇതങ്ങനെയല്ല, ഇൻഡിവിജ്വലായിട്ടുള്ള പാക്കറ്റ്സാണ്, 25 എണ്ണം. അപ്പോൾ നല്ലതുമാണ്, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനിപ്പോൾ കാലത്ത് കുടിച്ചിട്ടാണ്. റിച്ചാർഡ് മിക്കവാറും ഇപ്പോൾ കുടിക്കണില്ല, കാരണം അവൻ എഴുന്നേൽക്കുമ്പോഴൊക്കെ താമസിക്കും. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമാവും എഴുന്നേറ്റ് വരുമ്പോൾ, അതുകൊണ്ട് പിന്നെ അങ്ങനെ കൊടുക്കണില്ല. അപ്പം ഞാനതൊരു ഗ്രീൻ ടീ ഒക്കെ കുടിച്ച് പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഒരു ABC ജ്യൂസ് ഇതുപോലെ തിക്കായിട്ടെടുത്ത്, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ കോരി കഴിക്കാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വലിച്ച് ഇങ്ങനെ കുടിച്ച് വരുമ്പോൾ നമുക്ക് ഛർദ്ദിക്കാൻ വരും. വെള്ളം പോലെ ആക്കി കഴിഞ്ഞാൽ അപ്പോൾ ഇങ്ങനെ കട്ട പോലെ ആക്കിയിട്ട് അതൊന്ന് കോരി ഇങ്ങനെ കഴിച്ച് അത് കഴിഞ്ഞ്. അപ്പോൾ ഞാൻ റോജർ പിറ്റേന്ന് വരുമല്ല, ഇതിപ്പോൾ സാറ്റർഡേ ആണല്ലോ. അപ്പോൾ പിറ്റേന്ന് കാലത്ത് റോജർ വരും. അപ്പോൾ സാറ്റർഡേ നമ്മൾ രാവിലെ തന്നെ ബീഫ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബീഫ് ഒന്ന് തൂക്കിയൊക്കെ നോക്കിയതായിരുന്നു കേട്ടോ. എപ്പോഴും തൂക്കത്തിന് മുന്നിലായിട്ട് തന്നെയാണ് അവരെപ്പോഴും തരണത് കേട്ടോ. അതെ ഇത് 3 കിലോ കഴിഞ്ഞിട്ട് 25 ഗ്രാം കൂടുതലുണ്ട്. അപ്പോൾ അങ്ങനെ ഇതുവരെ കുറവായിട്ടൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അത് കറക്റ്റാണ്. പാത്രം നമ്മൾ നേരത്തെ തൂക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം എടുത്തു വെച്ച്. അപ്പോൾ ഇനി അടുത്ത ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൺഡേ രാവിലെ റോജർ വരുമല്ലോ. അപ്പോൾ റോജർ വന്നത് ഞാൻ ആദ്യം തന്നെ കാണിച്ചിട്ടുണ്ടാകും, കാരണം നിങ്ങളെല്ലാവരും റോജറിനെ കാണാൻ കാത്തിരിക്കുന്നവരാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആദ്യം തന്നെ കാണിച്ചു, അല്ലെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്ത് പോയിട്ട് കാണേണ്ടി വരും.
ഇല്ല അതെത്രയ്ക്ക് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടല്ലേ ഞാൻ വോൾട്ട് എടുത്തു ഇല്ല തിരിച്ചു വരാനായിട്ട് തിരിച്ചു വരാനല്ലേ എന്തിനാ പോയേ ഇങ്ങോട്ട് വരാൻ വേണ്ടി. അപ്പം ഞാൻ ഈ ബീഫ് മേടിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷാജി മീനും കൊണ്ട് വന്ന്. അപ്പോൾ എനിക്ക് പറ്റാത്ത മീനൊക്കെ കൊണ്ടുവന്നു. ആ കൂട്ടത്തിൽ വറ്റ മാത്രമേ ഉള്ളൂ, ഏകദേശം ഇത്തിരി എനിക്ക് പറ്റുന്ന രീതിയിലുള്ള അത് മേടിച്ച്. കാരണം റോജർ കൂടുതലും മീൻ കഴിക്കാൻ ഇഷ്ടപ്പെട്ട അരുകൾ വരണം എന്നുള്ളത് എനിക്കറിയാം. അപ്പം മീനും മേടിച്ച്. അപ്പോൾ പപ്പയാണെന്നുണ്ടെങ്കിൽ മട്ടാഞ്ചേരി കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇറങ്ങുന്ന സമയത്താണ്. അപ്പം പപ്പ മട്ടാഞ്ചേരിയിലോട്ട് പോവുകയും ചെയ്തു കേട്ടോ. അപ്പം ഞാൻ ഈ മീനൊക്കെ മേടിച്ച് അകത്തേക്ക് കൊണ്ടുവന്ന് തൂക്കിയൊക്കെ നോക്കിയതാണ്. അപ്പോൾ 1400 ഗ്രാമോളം അതായത് 1.5 കിലോയിൽ കൂടുതൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഷാജിയുടെ കയ്യിൽ നിന്ന് മീനും മേടിച്ചിന് ഇതെല്ലാം കൂടിയിട്ട് ശരിയാക്കണം കേട്ടോ. കാരണം പിറ്റേ ദിവസത്തേക്ക് എനിക്ക് പണിയൊന്നും ഉണ്ടാകാതിരിക്കാനാണ് ഇന്നെല്ലാം ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചത്. അപ്പോൾ അരിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വെള്ളരിയാണല്ലോ, വെള്ളരി തീരാറായിട്ടിരിക്കുന്നതാണ്, കുറച്ചുകൂടിയുണ്ട്. അപ്പോൾ ഓണമല്ലേ, അപ്പോൾ ഇത്തിരി ചുവന്നരി നമ്മുടെ മട്ട റൈസ് വെക്കണമെന്ന് റയനൊരാഗ്രഹം. ഇലയിലൊക്കെ വിളമ്പുമ്പോൾ മട്ട റൈസ് അല്ലേ നല്ലത്. എന്നേ പിന്നെ ഒരു 10 കിലോ മട്ട റൈസ് മേടിക്കുക. കാരണം ഇവിടെ മറ്റുള്ളവർക്ക് മട്ട റൈസിൻ്റെ അടുത്ത് അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ ഒരു 10 കിലോ മാത്രം മേടിക്കുക എന്ന് പറഞ്ഞിട്ട് പപ്പനെ വിട്ടേക്കണേണ്. പിന്നെ അത്യാവശ്യം ഇത്തിരി പഴം അങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ അങ്ങനെ അതൊക്കെ മേടിക്കാൻ വേണ്ടിയിട്ട് പപ്പ പോയി. ആ നേരം കൊണ്ട് ഞാൻ ബീഫ് കുറച്ച് കട്ട് ചെയ്തെടുത്ത് അത് ആദ്യം തന്നെ അപ്പ കഴിക്കാനുള്ള ഒരു കറി ഉണ്ടാക്കി കേട്ടോ. ഇത്തിരി ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് അതിൻ്റെ ബാക്കി പിറ്റേ ദിവസത്തേക്ക് കൊടുക്കുക. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഇട്ടിട്ട് കറിയാക്കാനായിട്ട്. അപ്പോൾ ഞാൻ ഇന്നിത്തിരി എളുപ്പപ്പണിയാണ് ചെയ്യണത്. കാരണം ഇത് വഴറ്റാനായിട്ട് കുക്കറിനകത്തിട്ട് വഴിച്ചാൽ പെട്ടെന്ന് വഴണ്ട് വരില്ല, കുറച്ച് നേരം പിടിക്കും. കാരണം കുക്കറിൻ്റെ ആ വായ ചെറുതല്ലേ. അപ്പോൾ ഇതാകുമ്പോഴത്തേക്കും ഇല്ലേ പരന്ന് കിടന്ന് അത് ആകുകയും ചെയ്യും. എന്നിട്ട് നമ്മൾ ഈ കുക്കറിനകത്തേക്ക് വഴറ്റിയ മസാലയും എല്ലാം കൂടി അങ്ങോട്ട് ഇട്ടിട്ട് ഈ കുക്കറിൽ നിന്ന് വെന്ത് വന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പാത്രത്തിലേക്ക് തന്നെ തട്ടാം, ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തിട്ട് വേവിക്കാം എന്ന്. അപ്പോൾ ആ കുക്കറിലോട്ട് കഴുകാതെ തന്നെയും വിന്താലി ഇറച്ചിയും വേവിക്കാം. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഈ ചെയ്യണത് കേട്ടോ. പ്രത്യേകിച്ച് പാചകം സ്പെഷ്യലായിട്ടൊന്നുമില്ല. പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, സവാള എല്ലാം കൂടിയിട്ട് വഴറ്റി അതിനകത്തേക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല എല്ലാം കൂടി ഇട്ട് ഇത് കുരുമുളക് കഴിയുമ്പോഴത്തേക്കും തീർന്നിരിക്കുന്നതാണ് കുരുമുളക് പൊടി. അത് ശ്രദ്ധിക്കാൻ മറന്നു പോണതാണത്. അപ്പോൾ പിന്നെ പൊടിക്കത് നിവർത്തിയില്ല. അങ്ങനെ കുറച്ച് കുരുമുളക് എടുത്ത് പൊടിച്ചെടുത്ത്, കൂടുതൽ കുരുമുളക് പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ എന്തോ അതൊരു കട്ട പിടിച്ച പോലെയൊക്കെ ആകും, എരിവില്ലാത്ത പോലെ കേടായിപ്പോവും. അതുകൊണ്ട് കുറച്ച് മാത്രം എടുത്ത് പൊടിച്ച് കുരുമുളകും കൂടി ചേർത്തിട്ട് ഇത് ഇങ്ങനെ തന്നെ ആ ഇറച്ചിയുടെ അകത്തേക്ക് ഇടണം കേട്ടോ. അപ്പം ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു, പേസ്റ്റ് ഇടാനും മറന്നു പോയിട്ടുണ്ട്. ഇപ്പോഴാണ് ഇട്ടത്, കുഴപ്പമില്ല. ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാലും അടിയിൽ പിടിക്കും എന്തായാലും. വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിന് അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ട്. അപ്പോൾ ഇത് ഒന്ന് ചെറിയ രീതിയിലൊന്നും ആയതേ ഉള്ളൂ കേട്ടോ. ഇത്രയേ ഉള്ളൂ. ഇത് അങ്ങനെ തന്നെ എടുത്തിട്ട് കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ടേക്കുന്ന പച്ച ബീഫിൻ്റെ മീതിലേക്ക് ഇട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് അതവിടെ വേവിക്കുമ്പോൾ ഈ പാത്രത്തിനകത്തേക്ക് ഉരുളക്കിഴങ്ങ് അരിഞ്ഞ് ഇട്ടിട്ട് അതവിടെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചേക്കണേണ്, അവിടെ ഇരുന്നോട്ടെ. എന്നിട്ട് നമ്മുടെ കുക്കറിനെ ഇതിനകത്തേക്ക് തട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഒരു താളിക്കലിൻ്റെ ആവശ്യമില്ലല്ലോ. ഇതിനകത്തിരുന്ന് സാവധാനം വേഗം ആ കുക്കർ കഴുകാതെ തന്നെ നമുക്ക് വിന്താലുവിന് യൂസ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു കണക്കിനാണ് ഇങ്ങനെ ചെയ്തത് കേട്ടോ. പിന്നെ നമ്മൾ ഇന്നലെ പുതിയ റിവ്യൂ ചെയ്ത പാത്രമല്ലേ, അപ്പോൾ അത് എന്തായാലും എനിക്കൊരു പുതുമയാണ്. വീണ്ടും അടുത്ത ദിവസങ്ങളിൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് എൻ്റെ ഒരു ശീലമാണ്. അതുകൊണ്ട് ഇന്നത് എടുത്ത് അതാണ് കൂടുതലും കാര്യം, അത് എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബീഫിൻ്റെ പരിപാടി കഴിഞ്ഞ് ഇനി നമുക്ക് അടുത്ത ബീഫ് കുറച്ച് പീസസ് ആക്കിയിട്ട് വിന്താലുവിന് എടുത്തിട്ട് ബാക്കി ബീഫ് ചെറിയ ഒരുവിധം 1/2 കിലോയ്ക്കുള്ള പീസ് പോലെ ആക്കിയിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. കാരണം എനിക്കെല്ലാം കട്ട് ചെയ്ത് വെക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ ഒരു രക്ഷയില്ല, അത് നേരം കിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ എടുത്ത് വെക്കാമെന്ന് ചോദിച്ചത്. അപ്പോൾ റൂബി കൊച്ചിനാണെന്നുണ്ടെങ്കിൽ ബീഫ് മേടിക്കുന്ന സമയത്ത് അവൾക്ക് ബീഫ് കൊടുക്കുമല്ലോ. അപ്പോൾ ഞാനത് കുഞ്ഞു കുക്കറിൽ അവൾക്ക് ഉപ്പും ഒന്നും ഇടാതെ, അവൾക്ക് ഉപ്പ് പാടില്ല, വേവിച്ചിട്ട് അത് കൊടുക്കാൻ വേണ്ടി കുഞ്ഞു കുക്കറിലേക്ക് ഇട്ടിട്ടാ. അപ്പോൾ ഇത്രയും പണികൾ ചെയ്ത് വെച്ചിട്ടാണ് പിന്നെ ഞാൻ ബീഫ് കട്ട് ചെയ്യാൻ നിന്നത് കേട്ടോ. ഫ്രീസറിൽ വെക്കാനുള്ളതും അതുപോലെ വിന്താലിന് വേണ്ടിയിട്ടുള്ളതും. അങ്ങനെ ഈ ബീഫൊക്കെ കട്ട് ചെയ്യണ നേരം കൊണ്ട് കുക്കർ ആദ്യത്തെ വിസിലൊക്കെ അടിച്ച് ഫ്ലെയിമൊക്കെ ഞാൻ കുറച്ചൊക്കെ വെച്ച്
പിന്നെ നമ്മുടെ റൂബിയുടെ കാലിൻ്റെ കാര്യം ഓരോരുത്തർ ഇടയ്ക്ക് വന്നിട്ട് അന്വേഷിക്കുന്നുണ്ട്, വീഡിയോയിൽ പറയാനായിട്ട് ഞാൻ വിട്ടുപോകുന്നതാണ് കേട്ടോ. റൂബിയുടെ കാലിന് നമ്മൾ മരുന്നൊന്നും കൊടുത്തില്ല, എങ്കിൽ പോലും അത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട്, എങ്കിലും പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. നമ്മൾക്കൊക്കെ വരുന്ന പോലെ തന്നെ ഈ കാലിൻ്റെ എന്തോ ഒരു നീര് വീഴ്ച അങ്ങനെ എന്തോ ആണ്. ഇടയ്ക്ക് മാത്രം ഒന്ന് ചെറിയ ഞൊണ്ടലുണ്ട്, അല്ലാതെ നേരത്തെ നമുക്ക് സങ്കടം വരും, അത്രയും ഞൊണ്ടലായിരുന്നു, ഒട്ടും നടക്കാൻ പറ്റാത്ത പോലെ അങ്ങനെ ആയിരുന്നു. പിന്നെ അത് കുറഞ്ഞ് ഇപ്പോൾ ഒരു 2 ദിവസമൊക്കെ കൂടുമ്പോൾ മാത്രമാണ് ചെറിയൊരു അത് ഒരു നിമിഷം മാത്രം ഒരു ചെറിയൊരു ഞൊണ്ടൽ, അപ്പം തന്നെ നേരെയായിട്ട് ഓടുകയും ചാടുകയും എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ, ഒരു കുഴപ്പമില്ല. പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ സ്പാ ചെയ്യാൻ കൊണ്ടുപോയി ഒരു മെഡിക്കേറ്റഡ് സ്പായാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ആണെന്ന് എനിക്കറിയില്ല. പൂടെല്ലാം പോയിട്ടുണ്ടായിരുന്നു റൂബിയുടെ, ഒരുപാട് പൂടയായിരുന്നു, ഒത്തിരി പൂട പോയി. പക്ഷേ ഇപ്പോൾ എല്ലാ പൂടയും തിരിച്ച് പുതിയ പൂട വന്നിട്ട് ഭയങ്കര തിക്കായിട്ട് ഇപ്പം നല്ല പൂട വന്ന് നല്ല കളറാണിപ്പോൾ. നേരത്തെ ഇങ്ങനെ ഇത്തിരി അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ, നമ്മൾ പഴകുന്തോറും പൂടമ്മേൽ അഴുക്കൊക്കെ ഉണ്ടാവില്ല, അതെല്ലാം പോയി നല്ല ഭംഗിയാണ് ഇപ്പോൾ കാണാനായിട്ട്. എനിക്കറിയില്ല ഇനി സ്പാ ചെയ്തതിൻ്റെ ആണ് ഇതെല്ലാം പോയി പുതിയത് വന്നേക്കണമെന്നൊന്നും എനിക്കറിയില്ല. ഏതായാലും നമ്മുടെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ റൂബിയുടെ പൂടെല്ലാം നല്ല ഭംഗിയായിട്ട് തിക്കായിട്ട്, ഇതുവരെ ഇല്ലാത്ത തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ മീൻ വെട്ടാനെടുത്തപ്പോൾ പപ്പ എത്തി. അപ്പോൾ പപ്പ അവിടെ 500 രൂപയുടെ കൂപ്പൺ, അതായത് 500 രൂപയുടെ സാധനം എടുക്കുമ്പോൾ ലക്കി ഡ്രോ ഉണ്ട്, കൂപ്പൺ കിട്ടി. അപ്പോൾ പപ്പയ്ക്ക് 2 കൂപ്പൺ കിട്ടി എന്നൊക്കെ വന്ന് പറഞ്ഞതാണ്. അപ്പോൾ അതൊക്കെ വന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ ഞാൻ പറഞ്ഞ് പിന്നെ എടുക്കാം, അവിടെ തന്നെ ഇരിക്കട്ടെ. പാല് മാത്രം എടുത്ത് ഞാൻ ഫ്രിഡ്ജിലോട്ട് വെച്ച്. അപ്പോൾ മീൻ വെട്ടണത് ഞാൻ 2 എണ്ണം നിങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം അവിടെ വെച്ച് വെട്ടിയാണ്. പിന്നെ ഞാൻ നേരെ പുറത്തേക്ക് പോയി, കാരണം ആ മീനൊക്കെ ഒരു ഭയങ്കര ഒരു മണം എനിക്കിഷ്ടമല്ല, ചാളയിലും വെട്ടണ പോലെയല്ല, അതിനൊക്കെ വേറൊരു മണം. അങ്ങനെ അത് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് വെട്ടി തേച്ച് എല്ലാം കഴിഞ്ഞാണ് അകത്തേക്ക് വന്ന് കയറിയത് കേട്ടോ. കുറേ നേരം പോയി. അതിൻ്റെ ഇടയ്ക്ക് ഈ കുക്കറിൻ്റെ അകത്തുനിന്ന് ഈ നമ്മൾ ഉരുളക്കിഴങ്ങ് അരിഞ്ഞിട്ടേച്ചില്ല, അതിൻ്റെ അകത്തേക്ക് വെച്ചത് ഇത്തിരി ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഉരുളക്കിഴങ്ങും ഇറച്ചിയും കൂടി ഒന്ന് കൂടി വരട്ടെ, അപ്പോൾ ഉരുളക്കിഴങ്ങ് വേഗം ചെയ്യും, ടേസ്റ്റൊക്കെ പിടിക്കാൻ വേണ്ടി അത് ഇട്ട്. ഭയങ്കര മഴയായിരുന്നു കേട്ടോ. ഞാനിപ്പോൾ മീൻ വെട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ പപ്പ മഴ കൊള്ളണതിന് മുമ്പ് വന്ന് അതായിട്ട് ഞാൻ മീൻ വെട്ടാനായിട്ടും തേക്കാനായിട്ടും നമ്മുടെ അലക്കുകല്ലിൻ്റെ അവിടെ പുറത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഇല്ലേ ശക്തിയായ മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര മഴയായിരുന്നു. എന്നിട്ട് അവിടെ നിന്ന് കാറ്റടി കയറുന്നുണ്ടായിരുന്നു, അത്രയും മഴയായിരുന്നു. അപ്പം ഞാനവിടെ തേക്കണ സമയത്ത് കാറ്റടി കയറി, അങ്ങനെ നിന്നാണ് ഞാൻ തേച്ച് എല്ലാം കഴിഞ്ഞ് അകത്തേക്ക് കയറിയത് കേട്ടോ. അപ്പോഴേക്കും മഴയും പോയി. പിന്നെ ഇന്നിപ്പം ഞാൻ ഈ തിരക്കിട്ട് ചെയ്യണേല്ലേ, അതുകൊണ്ട് തന്നെ പച്ച ഇതിലേക്ക് ചെയ്യണം കേട്ടോ. നമ്മൾ വഴറ്റാനൊന്നും നിൽക്കാതെ വെറുതെ പുളി എടുത്ത് അവിടെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ആ പുളി വെള്ളത്തിൻ്റെ അകത്തേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ഇഞ്ചി ഇത്രയും ചേർത്തിട്ട് ഇങ്ങനെയൊക്കെ ഇട്ടാലും നല്ല ടേസ്റ്റാണ് കേട്ടോ കറി. എന്നിട്ടത് തിളക്കുമ്പോൾ മീൻ അങ്ങോട്ട് ഇട്ടിട്ട് സാവധാനം തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങോട്ട് മാറ്റാമെന്ന് വിചാരിച്ചിട്ടാ, ഒന്ന് താളിച്ചും കൂടി ഇടാം. അപ്പോൾ അതാണ് വേകുന്ന നേരം, അതായത് പച്ചക്കിരുന്ന് കേടായി പോകരുതല്ല, പെട്ടെന്ന് തന്നെ വെന്ത് മാറ്റണം എപ്പോഴും, ഇറച്ചിയായാലും മീനായാലും. അങ്ങനെ തന്നെ വെട്ടിയൊക്കെ വെച്ച് കുറേ നേരം ഇരുന്ന് കഴിയുമ്പോൾ അത് കേടാകാൻ തുടങ്ങും. അതുകൊണ്ട് ഇത് വെന്തോട്ടെ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ ചെയ്യണത്. ഈ ക്രിസ്മസ് ടൈമിലൊക്കെ ഞാൻ അങ്ങനെ ചെയ്യും. എല്ലാം കൂടി ബീഫും ചിക്കനും ഫിഷെല്ലാം കൂടി വരുമ്പോൾ നമുക്ക് എല്ലാം ഒന്നിച്ചങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇതുപോലെ പച്ചക്ക് വെക്കും. പിന്നെ വറുക്കാനായിട്ടുള്ള, അപ്പോൾ റോജറിന് മീനെല്ലാം ഇഷ്ടമെന്ന് വിചാരിച്ചിട്ട് മീൻ വറുക്കാനും വെക്കാനും. അപ്പോൾ വറുക്കാനുള്ളത് മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് മാറ്റിയിട്ട് സൺഡേ മാത്രം നമുക്ക് വറുത്താൽ മതി. മീൻ കറിയാണെങ്കിൽ ഇന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിരുന്ന് പുളി പിടിച്ച് പിറ്റേ ദിവസം നല്ല ടേസ്റ്റ് ഉണ്ടാകും. അപ്പോൾ ഇന്ന് ഉച്ചക്ക് ഭക്ഷണത്തിന് റിച്ചാർഡിന് തലേ ദിവസത്തെ പുലാവ് ഉണ്ടാക്കിയത് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതെടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് മാറുമ്പോൾ അത് ഒന്ന് ഓവനിൽ വെച്ച് ചൂടാക്കി എടുക്കണം. അപ്പോൾ അവൻ പറഞ്ഞ് അവന് വേണ്ടിയിട്ട് വേറെ ഒന്നും ഉണ്ടാക്കണ്ട, അവൻ അൽഫാം ചിക്കൻ ഓർഡർ ചെയ്യും, അത് കൂട്ടിയിട്ട് അത് കഴിച്ചോളാം, അതുകൊണ്ട് എനിക്ക് വേറെ ഒന്നും ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഈ മീന ബീഫ ഒന്നും റിച്ചാർഡ് കഴിക്കൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവൻ നേരത്തെ തന്നെ അതെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അപ്പോൾ അതാണ് വന്നതെന്ന് പറയണത് കേട്ടോ. അങ്ങനെ ദേ അൽഫാമൊക്കെ ഇവിടെ വന്നിട്ടുണ്ട്. ഇതൊക്കെ ചൂടാക്കി തന്നാണ് എന്നോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ദേ ചൂടാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചോറ് എടുത്തിട്ട് അവിടെ വെച്ചിട്ടുണ്ട് റയന് കഴിക്കാനായിട്ട്. പിന്നെ ചപ്പാത്തി അതായത് നമ്മൾ ഫ്രൈഡ് ചപ്പാത്തി ഉണ്ടാക്കില്ല, അതിൻ്റെ 2 ബാക്കി ഫ്രിഡ്ജിൽ നിന്ന് അതും ചൂടാക്കി വെച്ചിട്ടുണ്ട്. കാരണം ബീഫ് കറിയുടെ കൂട്ടത്തിൽ റയൻ വേണമെന്നുണ്ടെങ്കിൽ ആ ചപ്പാത്തി കൂടി കഴിക്കട്ടെ എന്ന് വെച്ചിട്ട് അതും കൂടിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പുട്ടും പഴവും കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് റയനും റിച്ചാനും കൂടി 2 ആൾക്ക് ഞാൻ വാരിയ കൊടുത്തത് പുട്ടും പഴം. മിക്ക ദിവസങ്ങളിലും പുട്ടും പഴം ആണെങ്കിൽ ഇവർക്ക് വാരിയ കൊടുക്കണം. കാരണം അങ്ങനെ കൊടുക്കുമ്പോൾ ഇവർ വേഗം കഴിക്കും കേട്ടോ. ഇപ്പോൾ റിച്ചാൻ ഇത്രയും വലുതായ ചെക്കനാണെന്നുണ്ടെങ്കിലും അതൊന്നും ഒരു പ്രശ്നമില്ല. കാരണം പണ്ട് വാരി കൊടുക്കണ പോലെ തന്നെയാണ് അവർ ഇപ്പോഴും അതുപോലെ തന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ 2 പേർക്കും കൂടി ഒന്നിച്ചാണ് വാരി കൊടുത്തത്, റയനും റിച്ചാനും. റോജർ മാത്രമാണ് അധികം ഇങ്ങനെ വാരി കൊടുക്കുമ്പോൾ വേണ്ട താൻ ബുദ്ധിമുട്ടുണ്ട്, ഞാൻ തന്നെ കഴിച്ചോളാം അങ്ങനെ പറയും. പക്ഷേ ഇവരങ്ങനെയല്ല, അവർക്ക് വാരി കൊടുക്കുന്നത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും എല്ലാം എടുത്ത് വെക്കാൻ പറഞ്ഞു. കാരണം ഞാൻ ഇത്തിരി തിരക്കാണ്. പിന്നെ റയൻ്റെ അടുത്ത് ഞാൻ തുണി ഒന്ന് വിരിച്ച് തന്നെയെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. കാരണം തുണി ആദ്യം ഞാൻ ബെഡ്ഷീറ്റ് അലക്കിയതൊന്ന് വിരിച്ചിട്ടുണ്ടായിരുന്നു, രണ്ടാമത് ഉടുപ്പ് അലക്കിയതൊക്കെ വിരിക്കാനായിട്ട് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ റയൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞ് റയനെ ഒന്ന് വിരിച്ച് തരണേട്ടാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ഈ മീൻ മാരിനേറ്റ് ചെയ്യണ കൈ കൊണ്ട് തന്നെയാണ് ഇത് ഇവർക്ക് എടുത്ത് ചൂടാക്കി കൊടുക്കുകയൊക്കെ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീൻ മാരിനേറ്റ് ചെയ്തൊന്ന് ഫ്രിഡ്ജിലോട്ട് വെക്കണം. പപ്പ കൊണ്ടുവന്ന് വെച്ചേക്കണ സാധനങ്ങൾ അവിടെ തന്നെ ഇരിക്കണേണ്, അത് എടുത്ത് വെച്ചിട്ടില്ല, അതൊക്കെ എടുത്ത് വെക്കണം. പിന്നെ നമ്മുടെ വിന്താലും ഉണ്ടാക്കണം. അപ്പോൾ അതിനുള്ള സാധനങ്ങളെല്ലാം ഞാൻ കട്ട് ചെയ്തൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ പപ്പക്ക് നേരത്തെ തന്നെ കൊടുത്തിട്ടുണ്ട്. പപ്പ നേരത്തെ തന്നെ കഴിച്ച്. പിന്നെ ഇതിപ്പം നമ്മൾ ലേറ്റായിട്ടാണ് കഴിക്കണം. അപ്പോൾ എനിക്കാണെങ്കിൽ റൂബിക്ക് ഫുഡ് കൊടുക്കണം. അപ്പോൾ റൂബിക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ബീഫ് ഇന്നിപ്പോൾ സ്പെഷ്യലല്ലേ, അപ്പോൾ അവൾ വേഗം കഴിക്കുമെന്ന് വെച്ചാൽ. പക്ഷെ അവളുടെ വയറിന് അത്ര ഒരു സുഖമില്ല, അവൾ കഴിച്ചില്ല. ഞാൻ വിചാരിച്ച് പെട്ടെന്ന് തന്നെ കഴിക്കുമായിരിക്കും എന്ന് വിചാരിച്ച്. പക്ഷേ അവൾക്ക് തീരെ വയ്യ. അത് എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കാരണം അവളങ്ങനെ കരയെ ബഹളം കൂട്ടിയെ ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ നമ്മൾ അറിയൂല. അപ്പോൾ പപ്പ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂബി മുറ്റത്ത് നടന്ന് പുല്ല് തിന്നണുണ്ടെന്ന്. എങ്കിലും അത്ര വലിയ കാര്യമാണെന്ന് വിചാരിച്ചില്ല. ഭൂരിഭാഗം ഇവർ പുല്ല് തന്നെ തിന്നിട്ട് തന്നെ അസുഖം മാറ്റും കേട്ടോ. പക്ഷേ ഇന്നിപ്പോൾ ഇത്തിരി കൂടുതലുണ്ടായിരുന്നു, വയറുവേദനയാ അങ്ങനെ എന്തോ ഒരു കുഴപ്പം. അപ്പോൾ നമ്മുടെ മീനൊക്കെ പുളി പിടിച്ച് വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് തേങ്ങാപ്പാൽ അടിച്ച് ഒഴിക്കണം. തേങ്ങ എൻ്റെ കയ്യിലുണ്ട്, ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് തണുപ്പ് മാറ്റം വെച്ചിട്ടുണ്ട്. അതുകൊണ്ടൊരു സമാധാനം. തേങ്ങയും കൂടി ചിരണ്ടിട്ടുണ്ട് വന്നാൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതേ തുണി വിരിക്കാൻ പറഞ്ഞിട്ട് റയൻ നിന്ന് തുണി വിരിക്കണം. അപ്പോൾ ഞാൻ എൻ്റെ ക്യാമറ ഉണ്ടപ്പോഴത്തേക്ക് അവൻ ഞാൻ വിരിക്കണില്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ് കേട്ടോ. പിന്നെ എനിക്കാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കഴിക്കാനൊന്നും തോന്നണില്ല. എങ്ങനെയെങ്കിലും ഈ ജോലിയൊന്ന് തീർത്ത് കിച്ചൺ വൃത്തിയാക്കിയാലേ എനിക്കൊരു സമാധാനമുള്ളൂ. എന്നിട്ടിരുന്ന് കഴിക്കുമ്പോഴാണ് ആസ്വദിച്ച് എനിക്ക് കഴിക്കാൻ സാധിക്കണം. അല്ലാതെ എനിക്ക് വിശക്കണമെന്നും പറഞ്ഞിട്ട് വേഗം പോയിരുന്നിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഈ പണികൾ ഇങ്ങനെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ആസ്വദിച്ച് കഴിക്കാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് ഉരുളക്കിഴങ്ങിട്ട ബീഫ് കറി. അപ്പോൾ അതാണല്ലോ വെച്ചേക്കണത്. പിന്നെ മീനൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. അപ്പോൾ അത് കഴിക്കാനായിട്ടുള്ള ഒരു ആസ്വദിച്ച് തന്നെ കഴിക്കണം. ചുമ്മാ വാരി കഴിക്കാൻ എനിക്ക് തോന്നൂല കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ജോലികൾ കഴിഞ്ഞിട്ട് കഴിക്കാം. അപ്പോൾ തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്ട് അങ്ങനെ തലപ്പാൽ ഇടപ്പാലൊന്നൊന്നുമില്ല, എല്ലാ പാലും മാക്സിമം അതിനകത്ത് നിന്ന് എടുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. ഇനി അത് സാവധാനം ഒന്ന് ഇരുന്നിട്ട് ആ പാലിൻ്റെ ആ വെള്ള കളറൊന്നും മാറാൻ നേരത്ത് ഞാനിത് നെയ്യൊക്കെ തെളിഞ്ഞല്ലോ ആ സമയത്ത് ഇതുപോലെ ഒന്ന് താളിച്ചും കൂടി ഇട്ട് അതേ ഈ തടുക്ക പാനിൽ തന്നെ മറ്റേ വിന്താലൂരിന് നമ്മൾ പച്ചക്ക് തന്നെയുള്ള വെച്ച്, മീനും പച്ചക്കാണ്, വിന്താലും പച്ചക്ക വെച്ചേക്കണം. അപ്പോൾ അതിനും ഒന്ന് താളിപ്പ് വേണം. അപ്പോൾ ഏതായാലും പാൻ ചൂടായി നിൽക്കണമല്ലേ. ഇനി അതിനെ ഓഫ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ കൂടുതൽ ഗ്യാസ് കത്തിക്കേണ്ടി വരില്ലേ ചൂടായി വരാൻ. അപ്പോൾ അതുകൊണ്ട് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അത് രണ്ടും അങ്ങോട്ട് ഒന്നിച്ച് തന്നെ താളിച്ച്. പക്ഷേ കുക്കർ തുറക്കാനായിട്ടില്ല, അത് കുഴപ്പമില്ല. താളിച്ചവിടെ വെച്ചിട്ട് നിർത്താലും കുക്കറിലേക്ക് ഇട്ടാൽ മതി. പിന്നെ വിന്താലത്ത് ഒരു ഇത്തിരി പഞ്ചസാരയും കൂടി ഇട്ടാൽ ഏറ്റവും അവസാനം ആ ടേസ്റ്റ് ബാലൻസും കൂടി ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞ് അങ്ങനെ എല്ലാം ഏകദേശം കരക്കെത്തി. പിന്നെ ഇന്നിപ്പോൾ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വൈകുന്നേരം ഇപ്പോൾ റൂബിക്ക് ഞാൻ ഫുഡ് കൊടുക്കാൻ എടുത്തിട്ട് റൂബി ഫുഡൊന്നും കഴിച്ചില്ല. രാത്രി വരെയും ഫുഡ് കഴിക്കാതെ അവളുടെ ആ ഒരു വയറിൻ്റെ അസ്വസ്ഥത കൊണ്ട് അങ്ങനെ ഫുഡ് കഴിക്കാതെ ഇരുന്നു കേട്ടോ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ മരുന്ന് കൊടുക്കാൻ ആരും ഇല്ല, ആർക്കും അറിയില്ല കാർമിസൈഡ് കൊടുക്കാൻ. ഞാൻ കുറേ പറഞ്ഞെങ്കിലും കാർമിസൈഡ് കൊടുക്കാനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. തത്തമ്മോ ബീഫ് പാപ്പം തരത്തെ കുഞ്ഞിനെ, മമ്മിയുടെ മുത്തിന് ബീഫ് പാപ്പം കണ്ട കച്ചിന് ബീഫ് പാപ്പം കഴിക്കാം നമുക്ക് പോണാള്.
അങ്ങനെ പിന്നെ വൈകുന്നേരം ഒരു 5 മണിയോടുകൂടി ഞങ്ങൾ ചായ ഉണ്ടാക്കി. ചായ അവൾക്കും കൂടി ഇത്തിരി കൊടുത്ത് അപ്പോഴവൾക്ക് കഴിക്കാനായിട്ട് ഒരു ഇഷ്ടം കാണിച്ച് ബീഫ് കൊടുത്ത് അവൾ 5 മണിയായപ്പോൾ കഴിച്ച്. അപ്പോൾ അതോടുകൂടി അസുഖം മാറിയെന്ന് ഞങ്ങൾ വിചാരിച്ചത്. പക്ഷേ രാത്രി ആയപ്പോഴേക്കും ആൾക്കൊരു ബുദ്ധിമുട്ടായി. അങ്ങനെ എഴുന്നേറ്റ് 1:30 മണിയായപ്പോഴത്തേക്കും കാറിന് സൈഡ് കൊടുക്കേണ്ടി വന്നു. എത്ര മണിയായി? ഇതെന്താണ് ഈ കാണിക്കണത്? എടാ അതോട്ട് ഇഞ്ഞു പോകും. എടാ ഇത് ഉണ്ടാ 1:15 മണി ഉച്ചയിലട്ടെ രാത്രി ഉറങ്ങാൻ ഓടാണ്. എന്റെ ഉറക്കം പോയിക്കണേ ഞാൻ. ആ അതെ, ഇന്നത്തെ പണിയാണ് റൂബിയുടെ സ്പെഷ്യൽ. ഇനി കിടക്കാം. ഇനി 1:15 മണിയായി. കിടക്കാം നമുക്ക്. മരുന്നൊക്കെ കഴിച്ചേക്കണോണ്ട് ഇനി കിടക്കുമെന്ന് തോന്നണം. എടാ വെളിച്ചത്തിൽ നിന്ന് മാറി ചേട്ടാ ഫോട്ടോ എടുക്കണേ. പപ്പ വെറുതെ അല്ല ഇവിടെ കിടക്കാത്തത്. അല്ലെങ്കിലേ പപ്പക്ക് സ്വസ്ഥത കിട്ടൂല. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. എന്തേനും ഉറക്കമൊക്കെ കളഞ്ഞപ്പോ സമാധാനം പോയാ. ആ അലേർട്ടാണ്. അത് അലേർട്ടല്ലേ. കൊച്ച് അപ്പിയിട്ടിട്ട് വന്ന് കരഞ്ഞി എന്നെ. അപ്പൊ കൊച്ച് മുറിയിലൊന്നും അപ്പിയിട്ടില്ല. കൊച്ച് ടോയ്ലറ്റിൽ കയറിയാണ് അപ്പിയിട്ടത്. ബാത്റൂമിൽ കൊള്ളാട്ടോ. ബാത്റൂമിൽ കയറി കൊച്ച് അപ്പിയിട്ട് എന്നിട്ട് കൊച്ചിന് വയറുവേദന. കൊച്ച് എന്നെ വിളിച്ച് കൊച്ചിനെ അപ്പൊ ശരി കിടന്ന് നോക്കാതെ വാതിൽ കൂട്ടിയിട്ടില്ലല്ലോ എൻ്റെ ദൈവമേ. ആ JCB എന്തുവാണ് തടി വരത്തപ്പിച്ചക്കാരൻ്റെ ഇരിക്കണത്? അവള് നല്ല മാന്യമായിട്ട് നടക്കണത്. നിന്റെ പോലെ വല്ലത് തായേന്ന് മുഖമൊക്കെ തുടച്ച് തുടച്ച ഞാൻ ഇത് കൊള്ളാം. ഇപ്പൊ സമാധാനമായിട്ടുണ്ട്. വാ അപ്പൊ ശരി, ഗുഡ് നൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും ഉറക്കം ഏതായാലും പോയി. 1:30 മണിക്ക് ഇവിടെ കയറി ബെഡ്റൂമിൽ. പക്ഷെ ഉറങ്ങുന്നത് ഒരു 2:30 മണിയോടുകൂടി. അപ്പം നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു.